DGP ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ മാർച്ച് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതുപോലെ ഇന്ന് നവകേരള സദസ്സിന്റെ സമാപന ദിവസമാണ്. അന്നാണ് ഏറ്റവും വലിയ പ്രതിഷേധം ഉണ്ടാവുക എന്ന് കെ സുധാകരൻ അടക്കമുള്ളവർ ഫേസ്ബുക്കിലൂടെയും അല്ലാതെയും ഒക്കെ അറിയിച്ചതാണ്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിക്കും. ഇതുവരെ ചെയ്തതിനൊക്കെയുള്ളൊരു തിരിച്ചടി എന്ന നിലയ്ക്ക് തന്നെയായിരിക്കും ഈ പ്രതിഷേധം എന്നാണ് പല നേതാക്കളുടെയും വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും അക്രമങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നത് മുൻകൂട്ടി കണ്ട് പോലീസ് കനത്ത മുൻകരുതലും ജാഗ്രതയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശങ്ങളുമാണ് നവകേരള സദസ്സിൻ്റെ പരിപാടികൾ നടക്കുന്നത്. വൈകിട്ട് വട്ടിയൂർക്കാവിലാണ് ഇതിൻ്റെ സമാപന പരിപാടി. അതിന് മുന്നോടിയായിട്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് ഇപ്പോൾ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. DGP ഓഫീസിലേക്കാണ് മാർച്ച്. വലിയ തോതിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ നടന്ന മാർച്ചുകൾ അത് വലിയ സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു. പോലീസിനും ആദ്യ ദിവസം പോലീസ് ഒന്ന് സംയമനം പാലിച്ചെങ്കിൽ പിറ്റേന്ന് പോലീസ് വളഞ്ഞിട്ട് പ്രവർത്തകരെ മർദ്ദിക്കുന്ന കാഴ്ചയുണ്ട്. പോലീസിനെതിരെ മുളക് പൊടി വരെ വിതറുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കണ്ടതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത രീതിയിൽ അക്രമങ്ങളിലേക്ക് പോകുന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിഷേധ പരിപാടികൾ കണ്ടത്. അപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാകരുത്, പ്രകോപനത്തിൽ വീഴരുത് എന്നാണ് താൻ ഇത്രയും കാലം പറഞ്ഞത് എന്നാണ്. പക്ഷേ കഴിഞ്ഞ ഈ യാത്രയിലുടനീളം നമ്മൾ കണ്ടത് സംഘർഷത്തിൻ്റെ വലിയ വേലിയേറ്റമായിരുന്നു. പലപ്പോഴും അത് പോലീസ് നോക്കി നിൽക്കെ DYFI പ്രവർത്തകർ മർദ്ദിക്കുന്ന കാഴ്ച കണ്ടു. ഒടുവിൽ കൊല്ലത്തെത്തുമ്പോൾ അത് യുവമോർച്ചയും DYFIയും തമ്മിലുള്ള അടിയിലേക്ക്, പിന്നീട് യൂത്ത് കോൺഗ്രസ് DYFIയും തമ്മിലുള്ള അടി, ആ സംഘർഷം അത് വീടുകളിലേക്ക്, പ്രവർത്തകരുടെ വീടുകളിലേക്ക് അക്രമങ്ങൾ വ്യാപിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ വല്ലാത്ത രീതിയിലുള്ള ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് ഈ പരസ്പരമുള്ള പോർവിളികളോടെയുള്ള ഈ ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ പോകുന്നുണ്ട്. യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറയുന്നത് ഞങ്ങൾ ഇത്രയും കാലം കൊണ്ട് അടിക്ക് ഞങ്ങൾ ഇനിയും മിണ്ടാതിരിക്കണമോ എന്ന നിലയിലുള്ള ന്യായീകരണമാണ് കോൺഗ്രസ് നടത്തുന്നത്. CPM ആകട്ടെ തങ്ങൾ ഒരു തരത്തിലും അക്രമങ്ങൾക്ക് മുതിർന്നിട്ടില്ല, രക്ഷാപ്രവർത്തനമാണ് നടത്തിയത് എന്ന വാദം അത് തുടക്കം മുതലുള്ളതാണ്. അതെല്ലാവരും അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ജനം കാണുന്നത് പരസ്പരമുള്ള അടിയും അല്ലെങ്കിൽ ലാത്തിവീശലും മുളക് പൊടിയേറും കല്ലേറും ഹെൽമെറ്റ് കൊണ്ടടിക്കലും പിടിച്ചട്ടി കൊണ്ടടിക്കലും ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് അക്രമം നടത്തുന്നത്, ആരൊക്കെയാണ് അടി വാങ്ങുന്നത്, ആരൊക്കെയാണ് തിരിച്ചടി കൊടുക്കുന്നതൊക്കെ ജനം കാണുന്നുണ്ട്. ഇന്നത്തെ ഈ പ്രതിഷേധ സമരം, ഈ മാർച്ച് അതൊരു മറ്റ് അക്രമങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം തിരുവനന്തപുരം പോലെ വളരെ തിരക്കേറിയ നഗരത്തിലാണ് ഇത്രയധികം ആളുകൾ അണിനിരന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരം നടക്കുന്നത്. പോലീസ് വളരെ ജാഗ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും സേന എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ മാർച്ചിൽ മുൻനിരയിൽ തന്നെ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ VD സതീഷിനൊക്കെ DCC ഓഫീസിന് മുന്നിൽ തന്നെ നിന്ന് വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന കണ്ടതാണ്. ഷാഫി പറമ്പിൽ, രാഹുൽ മങ്കൂട്ടത്തിൽ, അങ്ങനെ ഒട്ടുമിക്ക യുവ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ സമരരംഗത്ത് വളരെ സജീവമായി ഉണ്ട്. മാത്യു കുഴൽനാടൻ അടക്കമുള്ളവരുണ്ട്. K മുരളീധരൻ അടക്കമുള്ളവർ ഇങ്ങോട്ട് കിട്ടിയാൽ തിരിച്ചു കൊടുക്കണമെന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്കും പോയി. അത് അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പല നേതാക്കളിൽ നിന്ന് വന്നു എന്നതും നിർഭാഗ്യകരമാണ്. പക്ഷേ ഇതിന് കൃത്യമായി ഇതൊരു പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് കൂടിയാണ് എന്നതിൽ തർക്കമില്ല. പ്രശാന്ത് കൃഷിയുണ്ട്. പ്രശാന്ത്, ഇത് എവിടെ നിന്നാണ് ഈ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്? ഇപ്പോൾ തന്നെ വലിയ പ്രവർത്തകരുടെ കൂട്ടമാണ്. ഇത് പോലീസിന് നിയന്ത്രിക്കാനോ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലുള്ളതാണോ? നവകേരള സദസ്സിന്റെ സമാപന ദിവസം തലസ്ഥാന നഗരത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് കോൺഗ്രസ് ഇന്നിപ്പോൾ ഉയർത്തുന്നത്. അത് കാസർഗോഡ് മുതൽ തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും DYFIക്കാരും മുഖ്യമന്ത്രിയുടെ ഗൺമാനും എല്ലാം ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാമുള്ള പ്രതിഷേധം, പോലീസിനെതിരായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇതിന്റെ തുടർച്ചയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാർച്ച്. KPCC ആസ്ഥാനത്ത് നിന്ന് തുടങ്ങിയ മാർച്ച് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. മുൻനിരയിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MM ഹസൻ അടക്കമുള്ളവർ മുൻനിരയിൽ തന്നെയുണ്ട്. ഇപ്പോൾ മാർച്ച് സമാധാനപരമായാണ് മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ VD സതീശനും K സുധാകരനും എല്ലാം പറഞ്ഞ വാക്കുകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അടിക്ക് തിരിച്ചടി, അതായത് ഇത്രയും കൊല്ലം വരെ അടി കൊണ്ട് കന്യാകുമാരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസുകാരെ പോലീസും DYFIക്കാരും കൈകാര്യം ചെയ്തു. ഇനി നോക്കി നിൽക്കില്ല, അടിക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന പ്രകോപനം ഉണ്ടായതിനു ശേഷം യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് തലസ്ഥാന നഗരത്തിൽ 4 മണിക്കൂറിലധികം സംഘർഷഭരിതമായത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പോലീസ്
കണക്ക് കൂട്ടുന്നത് കോൺഗ്രസിന്റെ മാർച്ചിൽ സംഘർഷ സാധ്യത ഉണ്ട് എന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും കെ സുധാകരനും വി ഡി സതീശനും എല്ലാം മുൻനിരയിൽ നിന്ന് നയിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് നീങ്ങുമോ എന്ന സംശയവും പോലീസിനുണ്ട്. കാരണം ഈ യൂത്ത് കോൺഗ്രസ് മാർച്ചിന്റെ ശേഷം അടുത്ത ദിവസം നടന്ന KSUവിന്റെ DGP ഓഫീസ് മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. വലിയ തോതിൽ പോലീസ് KSU മാർച്ചിനെ അടിച്ചമർത്തുന്ന കാഴ്ചകളും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ KSU കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങും എന്നത് കണക്കിലെടുത്തുള്ള തയ്യാറെടുപ്പും സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും സർക്കാരിനെതിരായ പ്രതിഷേധം അത് നവകേരള സദസ്സിൽ കോൺഗ്രസുകാരെ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രതിഷേധം എല്ലാം തലയടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം ഒരുക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ഈ മാർച്ചിന്റെ ലക്ഷ്യം. അത് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നതിന് കാരണം പോലീസിനെതിരായ പ്രതിഷേധം തന്നെയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നപ്പോൾ പോലീസിന്റെ ഷീൽഡൊക്കെ പോലീസുകാരെ കൈകാര്യം ചെയ്യുന്ന അടക്കമുള്ള ഒരു പ്രകോപനം പ്രതികരണങ്ങൾ ഉണ്ടായി. സമാനമായ ഒരു സ്ഥിതിയിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ തന്നെ നയിക്കുന്ന മാർച്ച് നീങ്ങുമോ എന്നതെല്ലാം അറിയാനിരിക്കുകയാണ്. ഇപ്പോൾ പദയാത്രയായി ഇപ്പോൾ DGP ആസ്ഥാനത്തേക്ക് മാർച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പോലീസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തും.